നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസമായാൽ പരീക്ഷക്കാലമാണ്. SSLC +2 പരീക്ഷകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന SSLC പരീക്ഷ എത്രയധികം മാനസിക ബുദ്ധിമുട്ട് കുട്ടികളിൽ ഉണ്ടാക്കുന്നു എന്നൊരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഫിസിക്സ്, കെമിസ്ട്രി പരീക്ഷകൾ സിലബസിന് പുറത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും കുട്ടികൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത പാറ്റേൺ തയ്യാറാക്കി എക്സാം നടത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ഒരു തരത്തിലും വിജയത്തിലേക്ക് നയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുപോലെയാണ് ആരോ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ കാരണക്കാരായ ആരാണോ ഉത്തരവാദികൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? കുട്ടികളെ ലഘുവായും അവർക്ക് പരീക്ഷകളെ നേരിടാൻ തക്ക ആത്മവിശ്വാസമുള്ളവരായും ഓരോ പരീക്ഷയിലും മുൻപോട്ട് കൊണ്ടുവരാൻ ഉള്ള രീതിയിൽ ചോദ്യങ്ങൾ സിലബസിനുള്ളിൽ നിന്നുകൊണ്ടല്ലേ ചോദിക്കേണ്ടത്? സിലബസുകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിശ്ചിതമായ വിഷയങ്ങൾ, നിശ്ചിതമായ ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്നതിന് വേണ്ടിയല്ലേ സിലബസുകൾ നിർമ്മിച്ചിരിക്കുന്നത്? പുറത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി സിലബസുകൾ മുൻകൂട്ടി തയ്യാറാക്കി തരുന്നു? ഓരോ ദിവസവും കുട്ടികളെ യാതൊരു രീതിയിലും മാനസികമായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ചോദ്യങ്ങളും ഉള്ളതായി കണ്ടില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞത്. ആദ്യത്തെ വിഷയം കണ്ടപ്പോൾ തന്നെ കുട്ടികൾ അധികം വേദനിച്ചു, മാനസികമായി തകർന്നു. പരീക്ഷ മുൻപോട്ട് എഴുതാൻ പഠിച്ച പാഠങ്ങൾ പോലും മറന്നുകൊണ്ടാണ് അടുത്ത ചോദ്യം വായിച്ചതെന്നാണ് കുട്ടികളുടെ മൊഴികൾ. കുട്ടികൾ അടുത്ത ഗണിത പരീക്ഷയെ നേരിടാൻ വളരെയധികം ഭീതിയോടുകൂടിയാണ് നോക്കിയിരിക്കുന്നത്. അധ്യാപകർക്കും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിലബസ് മാറ്റങ്ങളും പാറ്റേൺ മാറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ അറിയിച്ചില്ല? കുട്ടികളെ മോഡൽ എക്സാം നടത്തുന്ന സമയത്ത് തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന മാറ്റങ്ങളാണ് വരുന്നതെന്ന് എന്തുകൊണ്ട് അധ്യാപകരെയോ കുട്ടികളെയോ അറിയിക്കാൻ വിദഗ്ധ സമിതികൾ തയ്യാറായില്ല? എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ കാലത്ത് ഈ രീതിയിലുള്ള പരീക്ഷകൾ നടത്തുന്നത്? എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളെ വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് നിലവിലുള്ളത്. കാണാപ്പാഠം പഠിച്ചുകൊണ്ട് വെറുതെ കുറേ സമയങ്ങൾ കളയുന്ന രീതിയിലുള്ള പരീക്ഷകളുടെ യാതൊരു ആവശ്യവുമില്ല എന്നാണ് പറയാൻ തോന്നുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായും ഞാനും ഇതിനു വേണ്ടി തന്നെ വാദിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള പരീക്ഷകൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നു? കഠിനമായിട്ടുള്ള പരീക്ഷകൾ കുട്ടികൾക്ക് മാനസിക വിഭ്രാന്തിയും അത് ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിക്കുകയുമാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. ഈ വർഷത്തെ +2 പരീക്ഷാ ഫലം വരുന്നതിന് മുൻപേ തന്നെ എത്ര കുട്ടികൾ ജീവനൊടുക്കുമെന്ന് നോക്കി ഇരിക്കേണ്ടതാണ്. SSLC പരീക്ഷകളും +2 പരീക്ഷകളും ഇത്തരത്തിൽ കുട്ടികൾക്ക് വളരെയധികം മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി പരീക്ഷകൾ ഇനിയും നടത്തണം? പരീക്ഷകളൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? വളരെ ലഘുവായ രീതിയിൽ പഠിച്ച സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് എഴുതാൻ തക്ക രീതിയിൽ കുട്ടികളെ മുൻപോട്ട് ആത്മവിശ്വാസമുള്ളവരാക്കി കൊണ്ടുപോകാൻ ഉള്ള രീതിയിൽ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? വളരെയധികം മാനസിക ആഘാതമാണ് കുട്ടികൾക്ക് ഈ +2 പരീക്ഷ നൽകിയിരിക്കുന്നത്. വിഷയങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൂടാതെ കഠിനമേറിയ കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇത്തവണയും തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളെ വലയ്ക്കാനാണെങ്കിൽ പിന്നെ എന്തിന് വിദ്യാഭ്യാസം? പുതുതലമുറയ്ക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിൽ ഇതുപോലുള്ള വിദഗ്ധ സമിതികളുടെ പങ്കില്ലേ?
ഓരോ കുട്ടിയും അവരുടെ ഓരോ പരീക്ഷയും വളരെയധികം മുൻപോട്ടുള്ള ജീവിതത്തിന് പ്രയോജനകരമാണ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പഠിച്ച് ഒന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികളെ വിഭ്രാന്തിയുടെ മുൾമുനയിൽ നിർത്തുകയാണ് ഈ പരീക്ഷകൾ ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിലെ പരീക്ഷകളിലെ ചോദ്യപേപ്പർ മുൻകൂട്ടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിനൊന്നും ഒരു മാറ്റം വരുമെന്ന് വിചാരിക്കേണ്ട. കുട്ടികൾ പഠിക്കുക, എന്തെങ്കിലും വന്നിരുന്ന് എഴുതിയിട്ട് പോകട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഇത് നിർമ്മിച്ച സമിതിക്കുള്ളതെന്നേ പറയാൻ കഴിയൂ. കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിലെ ഓരോ പരിഷ്കരണങ്ങൾ വരുന്നതും അവരുടെ ആത്മവിശ്വാസത്തെ മുൻകൂട്ടാൻ തന്നെയല്ലേ? ഇത്തവണത്തെ +2 പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയ മനുഷ്യർ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അവർ പഠിച്ചതിനപ്പുറവുമുള്ള ചോദ്യങ്ങൾ കേവലം +2 മാത്രം പ്രായമായ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാനാണോ ശ്രമിച്ചത്? കുട്ടികളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായമാണോ ഇന്ന് നിലവിലുള്ളത്? കുട്ടികളെ മരണത്തിലേക്ക് എത്തിക്കുന്ന ഈ പരീക്ഷകൾക്ക് ഈ രീതിയിലുള്ള ഇടപെടലുകൾക്ക്, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ ഒരവസാനം എന്നുണ്ടാവും? പല വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളുണ്ടായിട്ടും കുട്ടികൾ മരണപ്പെട്ടുവെന്നല്ലാതെ ആരും അതിനെതിരെ പ്രതികരിക്കാനോ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാനോ തയ്യാറായിട്ടില്ല. ഇത്തവണയും കുട്ടികളുടെ ആത്മഹത്യകൾ ആഘോഷമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ മുൻപോട്ട് വരിക തന്നെ ചെയ്യും. എന്നാലും പരീക്ഷയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. വളരെ കഷ്ടമായിപ്പോയി, വളരെ ദാരുണമായിപ്പോയി എന്ന് പറയാൻ കഴിയൂ. കുട്ടികൾ വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ ചെയ്യുവാനുള്ള മനോവികാരം എന്തുകൊണ്ടാണ് വിദഗ്ധ സമിതികൾക്ക് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കുട്ടികളെക്കാൾ താണ നിലവാരമാണോ ഇത്തരക്കാർക്കുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ പരീക്ഷകൾ വളരെ പ്രയാസകരമായിരുന്നു. കുട്ടികൾക്ക് പരീക്ഷയുടെ ആദ്യ ചോദ്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ മാനസികമായി തകർന്നു. തുടർന്നുള്ള ചോദ്യങ്ങളൊന്നും എഴുതാൻ കഴിയാതെ വളരെയധികം സംഘർഷത്തിലാണ് ഓരോ കുട്ടിയും. തുടർന്നുള്ള പരീക്ഷകളെ ഇനി എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ വേദനിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളെ, കുട്ടികൾക്ക് വേണ്ട പിന്തുണ നിങ്ങൾ കൊടുക്കുക. അധ്യാപകരെ, നിങ്ങൾ പറയേണ്ടിടങ്ങളിൽ, ചോദ്യം ചെയ്യേണ്ട ഇടങ്ങളിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുക. മാതാപിതാക്കളുടെ പിന്തുണയോടുകൂടി, അധ്യാപകരുടെ സഹകരണത്തോടുകൂടി കുട്ടികൾ പരീക്ഷകൾ എഴുതട്ടെ. കുട്ടികളുടെ മാനസിക നില തകർക്കാതെ ആത്മവിശ്വാസം കൊടുക്കുക. ഇത്തവണത്തെ പരീക്ഷയും കുട്ടികൾ വിജയിക്കുവാൻ കഴിയട്ടെ. എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയാശംസകൾ.